ക്രിസ്മസ് എക്സാമിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും കേരളത്തിൽ 50% കുട്ടികളും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അവരിപ്പോഴും ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്, എന്തോ മഹാത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കടാ, ഇവിടെ നോക്ക്. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ, നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവൂ, നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാനാവും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. ഞാൻ അടക്കമുള്ള എല്ലാ ടീച്ചേഴ്സ്, ഓൺലൈൻ ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ട്യൂഷൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നിങ്ങളോട് പഠിക്കുക, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, ഈ ഭാഗം പഠിക്കണം, ഇതൊന്ന് ക്വസ്റ്റ്യൻ വരുന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടാവണം, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ചിന്തയുണ്ടാവണം. ഞാൻ പഠിച്ചാലേ, ഞാൻ കഷ്ടപ്പെട്ടാലേ, ഞാൻ പണിയെടുത്താലേ എനിക്ക് റിസൾട്ട് കിട്ടുമെന്നില്ലേ. ഓണം എക്സാമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളെ പുച്ഛിച്ച ആളുകളുണ്ടാകും, നിങ്ങളെ കളിയാക്കിയ ആളുകളുണ്ടാവും, നിങ്ങൾ ഇത് എന്ത് മാർക്കാണ്, എത്ര കുറഞ്ഞ മാർക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പരിഹസിച്ച ആളുകളുണ്ടാവും. അവരുടെ മുന്നിലൊക്കെ വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ അവസരം നിങ്ങൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ, ഈ അവസരം നിങ്ങൾ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ പിന്നെയും വീണ്ടും കളിയാക്കലുകളെയും കുറ്റപ്പെടുത്തലുകളെയും പരിഹാസത്തിൻ്റെയും വലിയൊരു കൂമ്പാരം നിങ്ങൾ കേൾക്കേണ്ടി വരും. അവസരം മുതലാക്കട. ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതലാക്കിയിട്ടില്ലെങ്കിൽ, ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പോകുന്നത് വലിയ നഷ്ടത്തിലേക്കായിരിക്കും. അവസരങ്ങൾ മുതലാക്കി പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിൽ തോന്നട്ടെ, ഞാൻ പഠിച്ചാലേ രക്ഷപ്പെട്ടു, ഞാൻ എഫേർട്ട് ഇട്ടാലേ രക്ഷപ്പെട്ടു. ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ സഹായിക്കാൻ ഞങ്ങളെയൊക്കെ ഉണ്ട്. പഠിച്ചു തുടങ്ങുക, മാർക്ക് നേട്.